സ്കൂളുകളിൽ അധ്യാപക നിയമനത്തിനും പ്രമോഷനും കേറ്ററ്റ് യോഗ്യത നിർബന്ധമാക്കിയ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയ സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്ത അധ്യാപക സംഘടനകൾ. കേറ്ററ്റ് വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് അഭിനന്ദനാർഹമാണെന്ന് KSTA നേതൃത്വം പറഞ്ഞു. KSTA സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജില്ലാ സമ്മേളനം കോന്നി പ്രമാടത്ത് 2 ദിനങ്ങളിലായി നടക്കുന്ന വേളയിലാണ് അധ്യാപക സമൂഹത്തെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതിയുടെ കേറ്ററ്റ് വിധി വന്നത്. ഈ സമ്മേളനം അവസാനിക്കുന്ന വേളയിലെത്തുമ്പോഴാണ് സംസ്ഥാന സർക്കാർ അവരുടെ ആശങ്ക പരിഹരിക്കുന്നതിനുള്ള ഉചിതമായ ഒരു നടപടി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരള വിഷൻ ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോൾ KSTയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനീഷ് സാർ നമ്മളോട് ചേരുന്നുണ്ട്. സാറെ, അധ്യാപക സമൂഹത്തിന് ഏറെ ആശ്വാസകരമായി നൽകുന്ന തീരുമാനമാണ് ജനപക്ഷത്തു നിന്നും സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് സാറേ ഇതിനെ നോക്കിക്കാണുന്നത്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ചിന്റെ വിധിയും അതേ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചിട്ടുള്ള അലംഭാവവും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന രാജ്യത്തെ വലിയൊരു വിഭാഗം അധ്യാപകരെ നേരിട്ട് ബാധിക്കുന്ന, അവരുടെ സർവീസിനെ എല്ലാം അപ്രസക്തമാക്കുന്ന ഈ അതിപ്രധാനമായിട്ടുള്ള വിഷയത്തിൽ ഏറ്റവും അധ്യാപക പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു ശരിയായ തീരുമാനം കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ഇറക്കിയ സർക്കുലർ, അതിനകത്തെ ചില അവ്യക്തതകളുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി മരവിപ്പിക്കണം എന്ന ഒരു നിലപാട് കേരളത്തിലെ കരുത്തുറ്റ പുരോഗമന അധ്യാപക പ്രസ്ഥാനമായിട്ടുള്ള KSTA സ്വീകരിച്ചിരുന്നു. അത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി സംഘടനയുമായി ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ, കാരണം പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഈ ഗവൺമെന്റ് എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെയെല്ലാം കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിത്. കേരളത്തിലെ ഏതാണ്ട് 80,000-ഓളം വരുന്ന അധ്യാപകരെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇത് സംബന്ധിച്ച് സംഘടന ഇടപെട്ട ഉടൻ തന്നെ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ 2012 മാർച്ച് 31 മുമ്പ് സർവീസിൽ പ്രവേശിച്ച മുഴുവൻ അധ്യാപകർക്കും സുരക്ഷയൊരുക്കി അവരെ ഈ പ്രത്യേക ടെറ്റ് പ്രവേശന പരീക്ഷയിൽ നിന്നും മാറ്റി നിർത്തണം എന്ന നിലപാട് കൂടി കേരളം സുപ്രീം കോടതിയെ അറിയിക്കാൻ വേണ്ടി റിവ്യൂ പെറ്റീഷന്റെ ഭാഗമായി തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCT, ഇതിന്റെ അക്കാഡമിക് അതോറിറ്റി, ആ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും വരുന്നതിന് മുമ്പ് സർവീസിൽ പ്രവേശിക്കപ്പെടുകയും ഇപ്പോൾ നിലവിൽ പ്രൊമോഷന് അർഹരാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള അധ്യാപകർ, അവരുടെയും ജോലി സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശങ്ങൾ കൂടി റിവ്യൂ പെറ്റീഷന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഘട്ടം ഘട്ടമായി അധ്യാപകരുടെ എല്ലാ ആശങ്കകളും പരിഹരിക്കാനുള്ള വളരെ സദുദ്ദേശപരമായിട്ടുള്ള നിലപാട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും വകുപ്പിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി 5000 കോടി രൂപയിലധികം പൊതുവിദ്യാഭ്യാസ രംഗത്ത് മുതൽ മുടക്ക് നടത്തി. അക്കാദമിക രംഗത്ത് ഭൗതിക പശ്ചാത്തല അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ അധ്യാപക നിയമനങ്ങളുടെ കാര്യത്തിലൊക്കെ രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി പ്രവർത്തിച്ച ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലേത്. അതുകൊണ്ട് നിലവിൽ വളരെ മാതൃകാപരമായി ജോലി ചെയ്യുന്ന, രാജ്യത്തിനും ലോകത്തിനും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇത് കരുത്തു പകരും. അതിനോടൊപ്പം തന്നെ ഇപ്പൊ അടുത്ത മാസം സാറേ കോട്ടയത്ത് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നു നിങ്ങളുടെ സംഘടനയുടെ. രാജ്യത്തെ ഏറ്റവും കൂടുതൽ മാതൃകാപരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളം മുൻപന്തിയിൽ തന്നെയാണ്. സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിൽ എന്തൊക്കെ പ്രമേയങ്ങളും അജണ്ടകളും ഒക്കെ ആയിരിക്കും മുന്നോട്ട് വെക്കാൻ പോകുന്നത്? അധ്യാപക പക്ഷത്ത് നിന്നുകൊണ്ട് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെയും രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെയും എല്ലാം ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും സമ്മേളനത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം നമ്മൾ കാണേണ്ടത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ, ലേബർ കോഡ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി പോകുന്ന പൊതുപണി മുടക്കം, അധ്യാപകരുടെ ഒക്കെ ഇന്ന് ലഭ്യമായിട്ടുള്ള അവകാശങ്ങളൊന്നും ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഉത്തരവുകളോ ഒന്നും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതല്ല. ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ഭാഗമായി തൊഴിലാളി വർഗത്തോടൊപ്പം ചേർന്ന് നിന്ന് കേരളത്തിലെ രാജ്യത്തെ അധ്യാപക സമൂഹം നേടിയെടുത്തതാണെന്ന് നാം കാണുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള അവകാശങ്ങൾ. അതുകൊണ്ട് ആ അവകാശങ്ങൾ സംരക്ഷിക്കാനും നിലനിർത്താനും വരും തലമുറയ്ക്ക് വേണ്ടി കൂടി കൈമാറാനുമുള്ള ഉജ്ജ്വലമായിട്ടുള്ള തീരുമാനങ്ങൾ ജനാധിപത്യ രാജ്യത്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന ദേശീയ വിദ്യാഭ്യാസ നയം 2020, അതിലെ പ്രതിലോമകരമായിട്ടുള്ള വ്യവസ്ഥകൾ, രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെയും ഉന്നത വിദ്യാഭ്യാസത്തെയും ബാധിക്കുന്ന വർഗീയവൽക്കരണം, വാണിജ്യവൽക്കരണം, കേന്ദ്രവൽക്കരണം, അതുമായി ബന്ധപ്പെട്ട അതിശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പ്രതികരണങ്ങൾക്കുമെല്ലാം ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഞങ്ങൾ ആലോചിക്കും. അതുപോലെ തന്നെ നാം കാണേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖല ജീവനക്കാരെയും അധ്യാപകരെയും എല്ലാം
ഓഹരി കമ്പോളത്തിന്റെ ചൂതാട്ടത്തിന് വിധേയമാക്കാൻ എറിഞ്ഞുകൊടുത്ത നവലിബറൽ നയങ്ങളുടെ ബാക്കിപത്രമായിട്ടുള്ള പങ്കാളിത്ത പെൻഷനാണ് ഇപ്പൊ അതിന്റെ പുതിയ രൂപം UPS. ഈ UPSുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ എടുത്തിട്ടുള്ള നടപടികൾ അതങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമാണ്. അതുപോലെ തന്നെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും മേഖലയിലെല്ലാം അതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. രാജ്യത്തെ എല്ലാ പൊതുമേഖലയെയും വിൽപ്പനയ്ക്ക് വെച്ച് അതിനെ സ്വകാര്യവൽക്കരിക്കുന്ന ആ നയങ്ങൾ സർവീസ് മേഖലയിലേക്ക് കൂടി വ്യാപകമാക്കാനുള്ള ഈ നീക്കം അതൊരു നയത്തിന്റെ ഭാഗമാണ്. ആ നയം അതിശക്തമായി ചെറുത്ത് തോൽപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഈ ജനപക്ഷ ബദൽ നിലപാടുകൾ വിദ്യാഭ്യാസ രംഗത്തും മറ്റെല്ലാ മേഖലയിലുമുള്ള കാര്യങ്ങൾ അത് നാടിലെ ജനങ്ങളുമായി സംവദിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാത്തരം ശ്രമങ്ങൾക്കും ഇതിന്റെ ഭാഗമായി KSTA നേതൃത്വം കൊടുക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാറുള്ളത്. അങ്ങനെ അധ്യാപക സമൂഹത്തിന് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ജനപക്ഷത്തു നിന്നും നിൽക്കുന്ന സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. KSTAയുടെ സംസ്ഥാന ജില്ലാ സെക്രട്ടറികൾ അവരെല്ലാവർക്കും ആത്മസംതൃപ്തിയോടു കൂടിയാണ് ഈ ജില്ലാ സമ്മേളനത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്നത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.